ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിദ്യാഭ്യാസ ജാഥയ്ക്ക് പരിഷത്ത് ഹരിപ്പാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന വിദ്യാഭ്യാസ ജാഥയ്ക്ക് പരിഷത്ത് ഹരിപ്പാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഹരിപ്പാട് ഗാന്ധി സ്ക്വയറിൽ ചേർന്ന സ്വീകരണ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ CNN നമ്പി അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് ഡി ലില്ലി സ്വാഗതവും പൊന്നമ്മ ടീച്ചർ നന്ദിയും പറഞ്ഞു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നതാണ് ജാഥ ഉയർത്തുന്ന പ്രധാന മുദ്രാവാക്യം. ജാഥ സ്ഥിരാംഗങ്ങളായ ജി സ്റ്റാലിൻ, എം ദിവാകരൻ എന്നിവർ ജാഥാ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. വിവിധ വർഗ ബഹുജന സംഘടനകളും ലൈബ്രറികളും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റുകളും സ്വീകരണങ്ങൾ നൽകി. ലോക മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10 തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കും. ഒപ്പുശേഖരണം നടത്തിയ ഭീമകർജി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും. സെമിനാറുകൾ നടത്തിയും പ്രസംഗങ്ങളിലൂടെയും നാടകങ്ങൾ അഭിനയിച്ചും ഇങ്ങനെ വ്യത്യസ്തമായ ആവിഷ്കാര രൂപങ്ങളിലൂടെയുള്ള പഠന സമ്പ്രദായം വന്നത് ഈ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് വലിയ മാറ്റം ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഗുണമേന്മയുടെ വിദ്യാഭ്യാസം വേണമെന്ന് പരിഷത്ത് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ഇവിടെ ഒരു ഗുണമേന്മയും ഇല്ല എന്നല്ല. അങ്ങനെയുള്ള പ്രചാരണമുണ്ട്. പരിഷത്ത് ആ പക്ഷത്തല്ല. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഭാഷാപ്രയോഗത്തിൽ, അവരുടെ ചിന്തയിൽ, അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ മനോഭാവത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിരുന്നു. ഇങ്ങനെ ആളെ കാണുമ്പോൾ ഒതുങ്ങിക്കൂടുന്ന കുട്ടികളല്ല എന്നുള്ളത്. വലിയ താല്പര്യപൂർവ്വം ആളുകൾ പരിചയപ്പെടാൻ, വർത്തമാനം പറയാൻ, പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഒക്കെ കുട്ടികൾക്ക് കഴിയും.